നമ്മുടെ ഈ ഭൂമിയുടെ ഘടന എന്ന് പറയുന്ന അവർ എർത്ത് നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ചാപ്റ്ററിൽ തന്നെ ഭാഗമാണ്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഭൂമി ഇന്നത്തെ ക്ലാസ്സിന് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഭൂമിയുടെ താഴോട്ട് ലെയറുകളായി തിരിച്ച പോലെ തന്നെ മുകളിലോട്ടും ലെയറുകളായി തിരിച്ചിട്ടുണ്ട്. ആ ലെയറുകൾ ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെയാണ് നമ്മൾ ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ ഒന്നാമത്തെ ലെയറാണ് ട്രോപ്പോസ്ഫിയർ. രണ്ടാമത്തെ സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ കഴിഞ്ഞാൽ മിസോസ്ഫിയർ വരുന്നുണ്ട്, പിന്നെ തെർമോസ്ഫിയർ വരുന്നുണ്ട്, അവസാനമായിട്ട് എക്സോസ്ഫിയർ വരുന്നുണ്ട്. അതെന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിന്റെ അറ്റ്മോസ്ഫിയറിന്റെ ഏറ്റവും താഴെയുള്ള ലോവർ മോസ്റ്റ് ലെയർ ആണ് ഏത് ഈ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഇതിന്റെ ആവറേജ് ഹൈറ്റ് എത്രയാണ്? ആവറേജ് ഉയരം, ഈ ലെയറിന്റെ ആവറേജ് ഉയരം എന്ന് പറയുന്നത് 13 കിലോമീറ്റർ ആണ്. 13 കിലോമീറ്റർ മാത്രമേ ഇതിന് ഉയരം ഉള്ളൂ. 13 കിലോമീറ്റർ മാത്രമേ ഈ ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം ഉള്ളൂ. ഏകദേശം നമ്മുടെ പോളാർ റീജിയണിൽ, അതായത് നമ്മുടെ ഉത്തര ധ്രുവ ഭാഗങ്ങളിലൊക്കെ ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 13 ഇല്ല, വെറും 8 കിലോമീറ്ററേ ഉള്ളൂ. പോളാർ റീജിയണിൽ, അതായത് ഇക്വറ്റോറിയൽ റീജിയണിൽ എത്രയാണ്? വെറും 8 കിലോമീറ്റർ മാത്രമേ ഇതിന്റെ ഹൈറ്റ് ഉള്ളൂ. കാരണം എന്താ? ഇവിടെ ടെമ്പറേച്ചർ കുറവാണ്, അതുകൊണ്ടാണ് അവിടെ 8 കിലോമീറ്റർ ഹൈറ്റ് ആയിട്ട് മാറുന്നത്. എന്നാൽ നമ്മുടെ ഭൂമിയുടെ സെൻട്രൽ എത്ര കിലോമീറ്റർ ആണ്? സെൻട്രൽ 18 കിലോമീറ്റർ ആണ്. 18 കിലോമീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. 18 കിലോമീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇതിന് കാരണം എന്താണ്? അവിടെ നമ്മുടെ ഭൂമിയുടെ സെൻട്രൽ ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലാണ്. ചൂട് കൂടുതലായത് കൊണ്ട് തന്നെ അവിടെ എത്രയാണ് ഹൈറ്റ് ആയി വരുന്നത്? 13 അല്ല, 18 ആണ് ഹൈറ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് നോർമലി പറയാവുന്നത് ട്രോപ്പോസ്ഫിയറിന്റെ ആവറേജ് ഹൈറ്റ് എത്രയാ? ആവറേജ് ഹൈറ്റ് 13 കിലോമീറ്റർ ആണ്. ഈ ലെയറിലാണ് ഏറ്റവും കൂടുതൽ ഡസ്റ്റ് പാർട്ടിക്കിൾസും വാട്ടർ വേപ്പറും മറ്റൊക്കെ ഉള്ളത്. ഓക്കെ, പൊടിപടലങ്ങളും ജലബാഷ്പവും ഒക്കെ ഏറ്റവും കൂടുതൽ ഏതാണ്? ഈ ലെയറിൽ ആണ്. അതുപോലെ ഈ ലെയറിൽ വെച്ചിട്ടാണ് മേഘരൂപീകരണം, നമ്മുടെ കോൾഡ് ഫോർമേഷൻ, അതുപോലെ റെയിനി, സ്നോ, വിൻഡ് കാര്യങ്ങളൊക്കെ എവിടെയാണ് ഉണ്ടാവുന്നത്? ഈ ട്രോപ്പോസ്ഫിയറിലാണ് ഉണ്ടാകുന്നത്. ഈ ലെയറിലെ ട്രോപ്പോസ്ഫിയറിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് 165 മീറ്റർ, ഓരോ 165 മീറ്റർ ഹൈറ്റ് ഉയരത്തിലോട്ട് പോകും തോറും ഇതിന്റെ ടെമ്പറേച്ചർ എത്രയായിട്ട് കുറയുന്നുണ്ട്? 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ കുറഞ്ഞു വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 13 കിലോമീറ്റർ ആണ് ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞില്ലേ? ആ 13 കിലോമീറ്ററിലെ ഓരോ 165 സെന്റിമീറ്റർ ഉയരത്തിലോട്ട് പോകും തോറും ഇതിന്റെ ഹൈറ്റ് എത്രയായിട്ട്, ഇതിന്റെ ടെമ്പറേച്ചർ എത്രയായിട്ട്? 165 മീറ്റർ ഉയരത്തിലോട്ട് പോകും തോറും ഇതിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ലെയർ ആണ് സ്ട്രാറ്റോസ്ഫിയർ. നമ്മുടെ ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലായിട്ട് കാണുന്ന ലെയർ ആണ് ഏത്? പാളിയാണ് ഏത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ ട്രോപ്പോസ്ഫിയറിന്റെ ആവറേജ് ഹൈറ്റ് എത്രയാ? ഈ ട്രോപ്പോസ്ഫിയറിന്റെ ആവറേജ് ഹൈറ്റ് 50 കിലോമീറ്റർ ആണ്. ഓക്കെ, ഈ സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഹൈറ്റ് കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടി വരികയാണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു ട്രോപ്പോസ്ഫിയറിൽ 165 മീറ്റർ കഴിയും തോറും ഹൈറ്റ് ടെമ്പറേച്ചർ എന്ത് ചെയ്യുക? 1 ഡിഗ്രി സെൽഷ്യസ് തോതിൽ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. എന്നാൽ സ്ട്രാറ്റോസ്ഫിയറിലെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറും കൂടി വരികയാണ് ചെയ്യുന്നത്. ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്തുള്ളത്? ഓസോൺ ലെയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓസോൺ ലെയറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഈ ഓസോൺ ലെയർ എവിടെ കാണുന്നത്? ഈ ഓസോൺ ലെയർ കാണുന്നത് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഏകദേശം നമ്മുടെ ഭൂമിയിൽ നിന്ന് 25 കിലോമീറ്റർ ഹൈറ്റിൽ ആണ് സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്ത് കാണപ്പെടുന്നത്? ഓസോൺ ലെയർ കാണുന്നത്. ഓക്കെ, നമ്മുടെ ഭൂമിയെ അൾട്രാ വയലറ്റ് റേസിൽ നിന്ന്, അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്ന് രക്ഷിച്ചു നിർത്തുന്നത് ഏതാണ്? നിർത്തുന്നത് നമ്മുടെ ഓസോൺ ലെയർ ആണ്. കാരണം നമ്മുടെ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക്, ജീവനുള്ള എല്ലാവർക്കും ഹാംഫുൾ ആയിട്ടുള്ള അപകടം വരുത്തുന്ന ഒന്നാണ് അൾട്രാ വയലറ്റ് റേസ് എന്ന് പറയുന്നത്. ഇതിനെ തടഞ്ഞു നിർത്തിയാണ്ട് നമ്മുടെ ഒരു എക്കോസിസ്റ്റത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആരാണ്? പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ഓസോൺ ലെയർ
ആണ്, ഓസോൺ ലെയർ ആണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാൻ പോകുന്നത് ഈ അൾട്രാ വയലറ്റ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. വാട്ട് ഹാം ഡസ് അൾട്രാ വയലറ്റ് റേസ് കേസ് ഓൺ ദ എർത്ത്. ഈ അൾട്രാ വയലറ്റ് റേസ് നമ്മുടെ ഭൂമിയിലേക്ക് എത്തിയ, എർത്തിലോട്ട് എത്തിയ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. കൊളാപ്സ് ഓഫ് ദ ഫുഡ് ചെയിൻ, ആഹാര ശൃംഖലയുടെ തകർച്ച. നമുക്കൊരു ഫുഡ് ചെയിൻ ഉണ്ട്, ആ ഫുഡ് ചെയിൻ തകരാൻ വേണ്ടിയിട്ട് കാരണമാവും. പിന്നെയോ ക്രോപ്പ് ഡാമേജ്, കൃഷികളൊക്കെ നശിച്ചു പോകാൻ വേണ്ടിയിട്ടും കാരണമാവും. അടുത്തെന്താ, സ്ട്രൈറ്റിംഗ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത്, നമ്മുടെ സസ്യ വളർച്ച, ചെടികളൊക്കെ വളരുന്നത് മുരടിച്ചു പോകും. ഓക്കെ, അടുത്തതോ ഇയർലി ഏജിങ്, അകാല വാർദ്ധക്യം എന്ന് പറയും. അതായത് ചെറുപ്പത്തിൽ തന്നെ വയസ്സന്മാരായിട്ട് മാറുന്ന ഒരു അവസ്ഥ ഇതിൽ ഉണ്ടാകും. പിന്നെയോ ബ്ലൈറ്റ്നസ്, അതുപോലെ ഡ്രാക്റ്റ്, തിമിരം, ഇതൊക്കെ ഉണ്ടാവാൻ എന്ത് കാരണമാകും? ഈ അൾട്രാ വയലറ്റ് റേസ് കാരണമാകും. അതുപോലെ സ്കിൻ ക്യാൻസർ, ത്വക്ക് ക്യാൻസർ ഉണ്ടാകാനും എന്ത് കാരണമാകും? അൾട്രാ വയലറ്റ് റേസ് കാരണമായിട്ട് മാറും. ഈ ഓസോണിനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും സെപ്റ്റംബർ 16 നമ്മൾ വേൾഡ് ഓസോൺ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. വേൾഡ് ഓസോൺ ഡേ ആയിട്ട് ആചരിച്ച് വരാറുണ്ട്. സോ ഇത് ഒരു 1 മാർക്കിന് ചോദ്യമാണ്, എല്ലാവരും ഓർത്തു വെക്കണം, നമ്മൾ മുന്നത്തെ ക്ലാസ്സിന് പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്തതാണ് മിസോസ്ഫിയർ എന്ന് പറയുന്നത്. ആദ്യം പഠിച്ചു, ട്രോപ്പോസ്ഫിയർ പഠിച്ചു, പിന്നീട് സ്ട്രാറ്റോസ്ഫിയർ പഠിച്ചു. ആ സ്ട്രാറ്റോസ്ഫിയറിന്റെ ഭാഗമായിട്ട് വരുന്ന ഓസോൺ ലെയറിനെ കുറിച്ച് പഠിച്ചു. അതിനുശേഷം വരുന്നതാണ് മിസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 മുതൽ 80 കിലോമീറ്റർ വരെ തിക്നെസ്സിലാണ് എന്തുള്ളത്? മിസോസ്ഫിയർ ഉള്ളത്. ഈ മിസോസ്ഫിയറിൽ 80 കിലോമീറ്റർ ഉയരത്തിലേക്ക് എത്തുമ്പോഴേക്കും ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? 100 ഡിഗ്രി സെൽഷ്യസിലും താഴെയായിട്ട് മൈനസ് ടെമ്പറേച്ചർ ആയിട്ട് മാറുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ട്രോപ്പോസ്ഫിയറിലെ ടെമ്പറേച്ചർ കുറയാണ്, സ്ട്രാറ്റോസ്ഫിയറിലെ ടെമ്പറേച്ചർ കൂടുകയാണ്. വീണ്ടും മിസോസ്ഫിയറിലേക്ക് എത്തുമ്പോൾ മിസോസ്ഫിയറിൽ എന്ത് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നുണ്ട്. നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ എവിടെയാണുള്ളത്? അത് മിസോസ്ഫിയറിലാണ് ഉള്ളത്. ഈ മിസോസ്ഫിയറിൽ വെച്ചിട്ടാണ് നമ്മുടെ ഉൽക്കകൾ, അതായത് ഭൂമിയിലേക്ക് എത്തുന്ന അതർ കണ്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, മെറ്റീരിയൽസ് ഒക്കെ എന്ത് ചെയ്യുന്നത്? കത്തിച്ചാരമാവുന്നത്, കത്തിപ്പോകുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ മിസോസ്ഫിയറിൽ വെച്ചിട്ടാണ്. അങ്ങനെ നമ്മുടെ ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ചുമതല ആർക്കുണ്ട്? മിസോസ്ഫിയറിന് ഉണ്ട്. ഇനി അടുത്ത ഭാഗമാണ് തെർമോസ്ഫിയർ. മിസോസ്ഫിയർ കഴിഞ്ഞാൽ വരുന്ന ഭാഗമാണ് ഏത്? തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ തെർമോസ്ഫിയർ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിലാണുള്ളത്. ഏകദേശം ഹൈറ്റ് എത്രയാണ്? 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെയാണ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ടെമ്പറേച്ചർ വീണ്ടും കൂടി വരുന്നുണ്ട്. നേരെ ഓപ്പോസിറ്റ് ആയി വരുന്നത് ട്രോപ്പോസ്ഫിയറിൽ ടെമ്പറേച്ചർ കുറയുന്നു, സ്ട്രാറ്റോസ്ഫിയറിൽ കൂടുന്നു, മിസോസ്ഫിയറിൽ വീണ്ടും കുറയുന്നു. തെർമോസ്ഫിയറിലേക്ക് എത്തുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? കൂടി വരികയാണ് ചെയ്യുന്നത്. ഈ തെർമോസ്ഫിയറിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്ത് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? അയണോസ്ഫിയർ എന്ന പേരിൽ വിളിക്കുന്നുണ്ട്. തെർമോസ്ഫിയറിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്ത് നമ്മൾ അയണോസ്ഫിയർ എന്നും വിളിക്കുന്നുണ്ട്. ഈ കുറച്ച് ചോദ്യങ്ങൾ നോക്കിയാലോ. റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര വിക്ഷേപണം സാധ്യമാക്കുന്ന പാളി ഏതാണ്? അതായത് റേഡിയോ സിഗ്നലുകളുടെ ട്രാൻസാക്ഷൻ സാധ്യമാക്കുന്ന ഒരു ലെയർ ആണ് ഏത്? അയണോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് എക്സോസ്ഫിയർ. ഏറ്റവും അവസാനമായിട്ട് വരുന്ന പാളിയാണ് ഏത്? ലെയറാണ് ഏത്? എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. ഏറ്റവും മുകളിലുള്ള ഏറ്റവും അപ്പർ മോസ്റ്റ് ലെയർ ആണ് ഏത്? എക്സോസ്ഫിയർ. ഇതിന്റെ പ്രത്യേകത എന്താണ്? 400 കിലോമീറ്റർ മുകളിലാണ് ഇത് കാണുന്നത്. ഇവിടെ എന്തില്ല? ഇവിടെ ഗ്യാസസ്, അറ്റ്മോസ്ഫിയർ ഗ്യാസസ് ഒന്നും തീരെ ഇല്ല, ഒക്കെ കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇത് പിന്നീട് ഈ എക്സോസ്ഫിയർ പിന്നീട് എന്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ്? നമ്മുടെ ഔട്ടർ സ്പേസിന്റെ ഭാഗമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.